Hello everyone, welcome to our session 4. Today's topic is fragrance and color theory. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് എത്രത്തോളം നമ്മൾ വാക്സ് മെൽറ്റ് ചെയ്യണം, അതിൻ്റെ ടെമ്പറേച്ചേഴ്സ് നമ്മൾ നോക്കി. പിന്നെ അതേപോലെ തന്നെ അതെങ്ങനെയാണ് അതിൽ നമ്മൾ തിരി വെക്കണതെന്ന് നോക്കി. പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ ഒഴിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ നമ്മൾ നോക്കി. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ എത്രത്തോളം ഫ്രാഗ്രൻസ് അതിലേക്ക് ആഡ് ചെയ്യുന്നു എന്നുള്ളതും, പിന്നെ എങ്ങനെയാണ് അതിലേക്ക് കളർ ആഡ് ചെയ്യേണ്ടത്, എപ്പോഴാണ് കളർ ആഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ. അതാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ ടെമ്പറേച്ചർ നോക്കി, നമ്മൾ വാക്സ് മെൽറ്റ് ചെയ്തു. ആ വാക്സ് മെൽറ്റ് ചെയ്യുന്ന ആ ഒരു ടൈം ഉണ്ടാവും, നമ്മൾ മെൽറ്റ് ചെയ്ത് വരുന്ന ഫുള്ളി മെൽറ്റായി വരുന്ന ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് ആക്ച്വലി കളർ ആഡ് ചെയ്യാം. കളറ് നമ്മൾ ആക്ച്വലി നമുക്ക് ഇപ്പോൾ ഒരു ലൈറ്റർ ഷെയ്ഡാണ് വേണ്ടതെങ്കിൽ നമ്മൾ കുറച്ച് ആഡ് ചെയ്യുക. അതിലിപ്പം പല ടൈപ്പ് ഓഫ് കളേഴ്സ് അവൈലബിൾ ആണ്. അതിനെപ്പറ്റി ഞാൻ പറയാൻ വിട്ടുപോയി. അതിൽ ഫസ്റ്റ് വരുന്നത് നമുക്കിങ്ങനെ ചിപ്സ് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കിട്ടും, കളർ ഡൈസ്. അത് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ ഉള്ളത് പൗഡേഴ്സ് ഉണ്ട്. പിന്നെ അതേപോലെ ഉള്ളതാണ് ലിക്വിഡ് പിഗ്മെൻറ്റ്സ്. അപ്പോൾ ഇതെല്ലാം ഓരോ ബ്രാൻഡും നമ്മൾ വാങ്ങിക്കുന്നതും ഒക്കെ വ്യത്യാസം വരും കേട്ടോ. പിന്നെ ഒരു കാര്യമുള്ളത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഫസ്റ്റ് നമ്മൾ മെൽട്ടായിട്ടുള്ള വാക്സിലേക്ക് അല്ലെങ്കിൽ മെഴുകിലേക്ക് നമ്മൾ കളർ ആഡ് ചെയ്യുമ്പോൾ അത് ഭയങ്കര ഡാർക്കായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ അത് സെറ്റായി വരുമ്പോൾ ലൈറ്റർ ആവുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ ട്രൈ ചെയ്യണ സമയത്ത് കുറച്ചായിട്ട് ആഡ് ചെയ്ത് നോക്കുക. എന്നിട്ട് കുറച്ചൊരു സ്പൂണിലെടുക്കുക, നമ്മൾ വേറൊരു വൈറ്റ് ഏരിയയിലോ അല്ലെങ്കിൽ ഒരു പേപ്പറിലോ ഇട്ട് നോക്കുക. അപ്പോൾ നമുക്ക് കളർ മനസ്സിലാവും, അത് വേഗം സെറ്റാവും കുറച്ചായതുകൊണ്ട്. അപ്പോൾ അത് സെറ്റായി കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഇതായിരിക്കും കളർ എന്നുള്ളത്. ഇനി നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ അത് കറക്റ്റ് ആണെങ്കിൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യുന്നത് നമ്മൾ ഫ്രാഗ്രൻസ് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഫ്രാഗ്രൻസ് നമ്മൾ ഓരോ വാക്സിനും ഓരോ ടൈപ്പാണ്. ചിലപ്പോൾ നിങ്ങൾ വാങ്ങിക്കുന്നത് ഇപ്പോൾ സോയ വാക്സിനൊക്കെ ആണെങ്കിൽ 8 to 10%. ഇപ്പോൾ സപ്പോസ് 100 grams ഓഫ് വാക്സ് ആണ് നമ്മൾ സോയ വാക്സ് എടുക്കുന്നതിൽ, അതിന് 10% എന്ന് പറഞ്ഞാൽ 10 grams. അത്രയാണ് നമ്മൾ ഫ്രാഗ്രൻസ് ആഡ് ചെയ്യുക. ഈ ഫ്രാഗ്രൻസ് നമ്മൾ സെപ്പറേറ്റ് ഒരു ബൗളിൽ നമ്മൾ വാക്സ് മെൽറ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് നമുക്ക് എത്രയാണ് വേണ്ട കാൽക്കുലേറ്റ് ചെയ്ത് അവിടെ റെഡിയാക്കി വെക്കാം. പിന്നെ എൻ്റെ ഒരു റെക്കമെൻഡേഷൻ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരിക്കലും ഒരു പേപ്പർ കപ്പിലോ ഒന്നും ഒരു വുഡൻ ബൗളോ അങ്ങനെ ഒന്നും ഫ്രാഗ്രൻസ് ആഡ് ചെയ്യാതിരിക്കുക. എന്താണെന്ന് വെച്ചാൽ അതിലൊക്കെ അത് അബ്സോർബ് ആയിട്ട് നമ്മൾ എടുത്തതിൻ്റെ എമൗണ്ട് ചിലപ്പോൾ കുറയാൻ ചാൻസ് ഉണ്ട്. ഒരുപാട് പേര് വിചാരിക്കുന്ന ഒരു മിസ്കൺസെപ്ഷൻ ആണ്, നമ്മൾ എത്രത്തോളം ഫ്രാഗ്രൻസ് കൂട്ടുന്നോ അത്രത്തോളം ഭയങ്കര സ്മെല്ലാവും എന്നുള്ളത്. പക്ഷെ അത് തെറ്റാണ്. നമ്മൾ ആ ഓരോ വാക്സ് വാങ്ങിക്കുമ്പോൾ ഒന്നുകിൽ നിങ്ങളെ വെൻഡേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഡീറ്റെയിൽസ് ചോദിക്കുക, എത്രയാണ് റെക്കമെൻഡഡ്. ചിലത് 10 to 12% ഉള്ളതും ഉണ്ട് കേട്ടോ. എന്നുവെച്ചാൽ ഇപ്പോൾ ഭയങ്കര സട്ടിൽ ഫ്രാഗ്രൻസ് ഒക്കെ ഉള്ള ഇതൊക്കെ ആണെങ്കിൽ, ഫ്രാഗ്രൻസ് ഓയിലൊക്കെ ആണെങ്കിൽ അത് ചിലപ്പോൾ 12% ഒക്കെ നമുക്ക് ആഡ് ചെയ്യാം, കുഴപ്പമുണ്ടാവില്ല. പക്ഷെ ഒരുപാട് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വാക്സ് ഉണ്ടാക്കി കഴിയുമ്പോൾ അത് കാണാൻ നമ്മൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെറ്റ് സ്പോട്ട്സ് എന്ന് പറയും, ഇങ്ങനെ ഫ്രാഗ്രൻസ് ഓയിൽ പുറത്തേക്ക് നിൽക്കുന്നുണ്ടാവും. പിന്നെ വല്ലാണ്ട് കത്തില്ല, ഭയങ്കര ഫ്ലിക്കറിങ് സൗണ്ടും, പിന്നെ വേഗം അതിൽ ലോഡ് കൂടിയിട്ട് തിരിക്ക് കത്താൻ പറ്റാതെ അത് കെട്ടുപോകാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പം ഒരു 8 to 10 ആണ് റെക്കമെൻഡ്. ഇനി അതിൽ കൂടുതൽ വാക്സിന് അത് പ്രശ്നമില്ല എന്ന് വെൻഡേഴ്സ് പറയുകയാണെങ്കിൽ യു ക്യാൻ ആഡ് ദാറ്റ്. പിന്നെ ഇതിൽ നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന 2 ടേംസ് ആണ് ഹോട്ട് ത്രോ ആൻഡ് കോൾഡ് ത്രോ. കോൾഡ് ത്രോ എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പം സപ്പോസ് ഷോപ്പിലൊക്കെ പോയാൽ നമ്മളിപ്പോൾ ഒരു ക്യാൻഡിൽ നമ്മൾ സ്മെല്ല് ചെയ്ത് നോക്കുമ്പോൾ ഒരു സ്മെല്ല് ഉണ്ടാവില്ല. ആ ഒരു സ്മെല്ല് ചെക്ക് ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ടതാണ് നമ്മൾ ചൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ക്യാൻഡിൽസ് യൂസ് ചെയ്യുമ്പോൾ ആക്ച്വലി ഈ കോൾഡ് ത്രോ ഉണ്ടാവണം. ഇല്ലെങ്കിൽ നമുക്ക് ഇത് ചിലത് തീരെ സ്മെല്ലില്ലാണ്ടായി അപ്പോൾ കത്തിക്കുമ്പോൾ സ്മെല്ലില്ല എന്ന് വിചാരിച്ചിട്ട് ആൾക്കാർ അത് വാങ്ങിക്കാൻ ചാൻസ് കുറവാണ്. ഭയങ്കര എന്താ പറയുക, ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു സ്മെല്ല് വേണമെന്നല്ല, പക്ഷെ കസ്റ്റമേഴ്സിന് ഒരു ചൂസ് ചെയ്യാൻ പറ്റിയ ആ ഒരു ഇത് സെപ്പറേറ്റ് ചെയ്യാൻ, ഈ ഒരു ഫ്രാഗ്രൻസിന് ഇതാണ് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് ഒരു ഇത് വേണം. അതിനെയാണ് നമ്മൾ കോൾഡ് ത്രോ എന്ന് പറയുന്നത്. വെച്ചാൽ ക്യാൻഡിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടുന്ന ഒരു സ്മെല്ല്. ഹോട്ട് ത്രോ എന്ന് പറഞ്ഞാൽ നമ്മളത് കത്തിക്കുമ്പോൾ, ഇത് നമ്മളിപ്പോൾ കസ്റ്റമർ സ്മെല്ല് ചെക്ക് ചെയ്തു, ഇത് വീട്ടിൽ കൊണ്ടുപോയി അത് ഓപ്പൺ ചെയ്ത് അത് ബേൺ ചെയ്യുമ്പോൾ അവിടെ കിട്ടുന്ന ഒരു സ്മെല്ലാണ് ഹോട്ട് ത്രോ.
അപ്പോൾ ഈ 2 ടേംസ് നമ്മൾ യൂഷ്വലി ഹോട്ട് ത്രോ എത്രയുണ്ട്, കോൾഡ് ത്രോ, അതൊക്കെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നു. പിന്നെ ഹോട്ട് ത്രോ കറക്റ്റ് ആവാൻ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിലുള്ളതാണ് ഞാൻ നമ്മൾ മുന്നേ ക്ലാസ്സിലൊക്കെ പറഞ്ഞത്, നമ്മൾ കറക്റ്റ് തിരി കറക്റ്റ് സൈസ് ആണെങ്കിൽ മാത്രമാണ് അത് ബേൺ ചെയ്യുമ്പോൾ കറക്റ്റ് സ്മെല്ല് കിട്ടുള്ളൂ. അതേപോലെ നമ്മൾ കറക്റ്റ് ഫ്രാഗ്രൻസ് എത്ര പെർസെൻറ്റേജ് ആണ് നമ്മൾ ഫ്രാഗ്രൻസ് ആഡ് ചെയ്തത്, പിന്നെ അതുപോലെ നല്ല ഫ്രാഗ്രൻസ് ഓയിൽ, നല്ല ക്വാളിറ്റി ഫ്രാഗ്രൻസ് ഓയിൽ ആയിരിക്കണം. പിന്നെ അതേപോലെ അത് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ ക്യാൻഡിൽ പോർ ചെയ്ത് നമ്മൾ ഫ്രാഗ്രൻസ് ഓയിലും നമ്മളെ കളറും ഒക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ അത് സെറ്റ് ആവാൻ വെക്കുക. ആ സെറ്റ് ആവാൻ വെക്കുന്ന ടൈമിൻ്റെ പേരാണ് ക്യൂറിങ് പീരീഡ്. ആ ക്യൂറിങ് പീരീഡ് സോയ വാക്സിനൊക്കെ മിനിമം 48 hours ആണ് റെക്കമെൻഡഡ്. പിന്നെ അതേപോലെ നമ്മൾ കത്തിക്കുന്ന റൂമിൻ്റെ, ഇപ്പം ചെറിയ ജാറൊക്കെ ആണെങ്കിൽ ചെറിയ തിരിയായിരിക്കും വെച്ചിട്ടുണ്ട്, അപ്പോൾ അതൊരു ചെറിയൊരു സ്പേസിലേക്കാണ്. അത് നിങ്ങൾ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് എന്തായാലും നിങ്ങൾ പറഞ്ഞിരിക്കണം അത് ചെറിയ റൂമിലേക്ക്. വലിയ ജാർ ആവുമ്പോഴാണ് നിങ്ങൾക്ക് അതൊരു വലിയ സ്പേസിലേക്ക്. അതേപോലെ നിങ്ങൾ ഒരു ക്യാൻഡിൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചു, പക്ഷെ അത് ബേൺ ചെയ്യുമ്പോൾ സ്മെല്ലില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? കോൾഡ് ത്രോ കൂടുതലാണ്, പക്ഷേ ഹോട്ട് ത്രോ കുറവാണ്. അപ്പോൾ അത് നമ്മൾ നോക്കിയിട്ട് അത് നേരത്തെ ഞാൻ പറഞ്ഞില്ല ഒരു ബേൺ ടെസ്റ്റ് ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല, അതേപോലെ ചെക്ക് ചെയ്ത് നിങ്ങൾ ഒരു ബ്രാൻഡിലേക്ക് ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് സെല് ചെയ്യുമ്പോൾ അതൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം കൊടുക്കാൻ. പിന്നെ നമുക്ക് ടെമ്പറേച്ചർ, ഒരു സ്പെസിഫിക് ടെമ്പറേച്ചർ നമ്മൾ പറഞ്ഞു, നമ്മൾ ഒരു സ്പെസിഫിക് ടെമ്പറേച്ചറിലാണ് നമുക്ക് വാക്സ് ഇതുവരെ മെൽറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത്. ഇതേപോലെ തന്നെ നമ്മൾ ഫ്രാഗ്രൻസ് ആഡ് ചെയ്യാനും ഒരു സ്പെസിഫിക് ടെമ്പറേച്ചർ ഉണ്ട്. നല്ല നമ്മൾ വാക്സ് ഇങ്ങനെ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ടൈമിൽ അപ്പോൾ തന്നെ നമ്മൾ ഫ്രാഗ്രൻസ് ആഡ് ചെയ്യാതിരിക്കുക. ഒന്നും കൂടി ഒരു 10 degrees കൂടി, എത്രയാണോ നമ്മൾ ചൂടാക്കിയത് അതിൻ്റെ ഒരു 10 degree കൂടി കുറച്ചിട്ട്, ഇപ്പോൾ സപ്പോസ് 85 degree വരെയാണ് നിങ്ങൾ ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു 75 degree ആവുന്നവരെ ചെക്ക് ചെയ്യുക. അതായാൽ നിങ്ങൾക്ക് ഫ്രാഗ്രൻസ് ആഡ് ചെയ്യുക. പിന്നെ ഫ്രാഗ്രൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്യണം. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു 2 minutes എങ്കിലും നമ്മൾ മിക്സ് ചെയ്യണം. എന്നാലാണ് ആ ഓയിൽ നമ്മളെ വാക്സ് ആയിട്ട് വെൽ കമ്പൈൻഡ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ ഫസ്റ്റ് ടൈം നമ്മൾ ഒരു ക്യാൻഡിൽ പോർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പോയിന്റ്സ് ഒക്കെ ഇതൊക്കെ നിങ്ങൾ നല്ല ഓർത്തു വെക്കുക. ഇനി നമ്മൾ നെക്സ്റ്റ് കമ്മിങ് ക്ലാസ് നമ്മൾ സെഷൻ 5 എത്തുമ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് വെച്ചിട്ട് നമ്മളെ കിറ്റിലുള്ള ഗ്ലാസ് ജാറിൽ നമ്മൾ എങ്ങനെയാണ് പോർ ചെയ്യുക എന്നുള്ളത് ലൈവായിട്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അപ്പോഴത്തേക്കും നിങ്ങൾക്ക് കിറ്റിലുള്ള പ്രോഡക്ട്സ് ഒക്കെ കിട്ടുന്നുണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് ഫസ്റ്റ് ബാച്ചിലേക്ക് ഉള്ളവർക്ക് കിട്ടുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് ഇതിൽ വെച്ച് ട്രൈ ചെയ്യാം. ഇല്ലെങ്കിൽ കുറച്ചും കൂടി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന കുറച്ചും കൂടി വെയിറ്റ് ചെയ്യണം. കാരണം ഇത് നമ്മൾ ചെയ്താലും കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ആ മിസ്റ്റേക്സ് എങ്ങനെ ക്ലിയർ ആക്കുക എന്നുള്ളത് ഒരു ടുവേർഡ്സ് ദ ലാസ്റ്റ് ക്ലാസ്സിലേക്കാണ് നിങ്ങൾക്ക് മനസ്സിലാവുക. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്താലും കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെങ്കിൽ ട്രൈ ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പോർ ചെയ്ത് കാണാം.